ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കാം. തേങ്ങ ആവശ്യമില്ല കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഗ്യാസ് ഓൺ ചെയ്തതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചൂടായതിലേക്ക് നമുക്ക് 1/2 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തണുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ ചീനച്ചട്ടി തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് നമുക്ക് 1 സ്പൂണ് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ മുറിച്ചത്, നല്ല പഴുത്ത ടൊമാറ്റോ ആയിരിക്കണം കേട്ടോ, മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 300-350 ഗ്രാമോളം ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ടൊമാറ്റോയ്ക്ക് അനുസരിച്ചിട്ടുള്ള എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇവിടെ കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം 1 മിനിറ്റോളം ഇളക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയില എത്രത്തോളം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടുതൽ വേണം, കുറച്ച് 1 കെട്ടോളം ഞാനിവിടെ എടുത്തിടുന്നുണ്ട് മല്ലിയില. അതുകൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 3 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയുടെ തോലെല്ലാം കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഇവിടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടൊമാറ്റോ റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി വേവണം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ആ കളറെല്ലാം മാറി കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തൊലിയിൽ നിന്ന് വേറിട്ട് വരുന്ന ഈ പരുവം, ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാവുന്നതാണ്. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആദ്യം പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് തണുത്ത ആ ടൊമാറ്റോ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് 1 കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചയ്ക്ക് നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മല്ലിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഒരു ചട്നിയാണ്. എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ BP പേഷ്യൻറ്റിനും ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെയുണ്ടെന്ന്. ഇനി ഒന്ന് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.